ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ വീഡിയോ മരുന്ന് കഞ്ഞിയാണ് കേട്ടോ. റമദാൻ മാസത്തിൽ നമ്മളെല്ലാവരും കഞ്ഞി കുടിക്കാറില്ലേ? ആ കഞ്ഞി നമുക്ക് മരുന്നിട്ട് കൊണ്ട് നമുക്ക് കഞ്ഞി കുടിക്കാം. ക്ഷീണം മാറാനും ഉന്മേഷം വെക്കാനും ഒക്കെ ഉള്ള ഒരു മരുന്നാണിത്. നിങ്ങളിതൊന്ന് മേടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. കഞ്ഞിക്കുള്ള വെള്ളമാണ് ഞാനിവിടെ തിളപ്പിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് പച്ചരിയാണ് ഇടുന്നത്. ഇവിടെ അംഗങ്ങൾ കുറവായതിനാലാണ് 1 ഗ്ലാസ് മാത്രം ചേർക്കും. നിങ്ങൾ വീട്ടിൽ എത്ര അംഗങ്ങളാണോ ഉള്ളത് അതിനനുസരിച്ച് അരി കഴുകി ഇതുപോലെ ക്ലീൻ ചെയ്ത് അടുപ്പത്തിടുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് ഈ അരി നന്നായിട്ട് വെന്ത് വന്നാൽ നമുക്കിതിലേക്ക് മരുന്നിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മരുന്നാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരിയല്ലേ, അതുകൊണ്ട് 1 ടീസ്പൂൺ മരുന്നും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം കുറച്ച് എടുത്ത് അതിലേക്ക് ഈ പൊടികളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കലക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതല്ല ഞാനിട്ടതുപോലെ നേരിട്ട് ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. പക്ഷേ ഇതുപോലെ കയ്യിൽ വെച്ച് ഒരു 2 സെക്കൻഡ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇനി നമുക്ക് തേങ്ങ അരച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് തേങ്ങ അരപ്പൊന്ന് തയ്യാറാക്കാം. അതിനായി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി തേങ്ങ ചിരവിയത്, ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും ഒരു 20 ചുവന്നുള്ളിയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്കൊഴിച്ച് നമുക്ക് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. മരുന്നൊക്കെ ഇട്ട നമ്മുടെ കഞ്ഞി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൂട്ടൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇതുപോലെ 1-2 സെക്കൻഡ് നേരം നമുക്കിതൊന്ന് മിക്സാക്കി കൊണ്ടിരിക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഉപ്പുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കഞ്ഞി കുടിക്കുന്ന നേരത്തും ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്കിട്ട് കൊടുക്കാം. അതുകൊണ്ട് 2 തവണയായി കുറേശ്ശെ നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് പതയാൻ വെക്കാം. തേങ്ങ ഒഴിച്ചത് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ ഈ കഞ്ഞി ഈസി കുക്കിൽ വെച്ചത് കൊണ്ടാണ് പെട്ടെന്ന് ഓഫാക്കി കൊടുത്തത്. അടിയിൽ പിടിക്കാതെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും മറക്കല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നിട്ടിതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഓക്കേ, ബൈ ബൈ.